ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം ഉയർത്തി ഒരു ആമേനും കൂടെ പറഞ്ഞു. പ്രവാചക ശിഷ്യനായിരിക്കുന്ന എലീശ പ്രവാചകനായ ഏലിയാവിനോട് ശിഷ്യ ഗുരുബന്ധത്തിൽ, ആ ബന്ധം മോശമൊന്നുമല്ല, ശിഷ്യ ഗുരുബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഇരട്ടി അവകാശവും ഇരട്ടി പങ്കും ചോദിക്കുക അസാധ്യമാണ്, നടക്കത്തില്ല, കിട്ടത്തുമില്ല. പക്ഷെ ഏലീശ ധൈര്യത്തോടെ ഏലിയാവിനോട് ചോദിക്കുകയാണ്, എനിക്ക് ഇരട്ടി പങ്കു വേണമെന്ന്. അതിന് കാര്യം എന്തെന്നറിയാമോ? അവൻ 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഏലീശ ഏലിയാവിനെ വിളിക്കുന്നത്. ഏലീശ അത് കണ്ടിട്ട്, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, മതി, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ. ആരെ വിളിക്കുക? ഏലീശ ഏലിയാവിനെ വിളിക്കുന്നു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്ന് പറഞ്ഞാൽ അവൻ, നിങ്ങൾ കേൾക്കണം, ഏകദേശം ഏലീശ ഏലിയാവിനോട് കൂടെ 10 വർഷത്തോളം, ഏകദേശം 10 വർഷത്തോളം ശുശ്രൂഷയിൽ യാത്ര ചെയ്ത ഒരാളാണ് ഏലീശ എന്ന് പറയുന്നത്. ഏലിയാവിന് ഏലീശ എന്ന പ്രവാചക ശിഷ്യൻ മാത്രമല്ല, 100 കണക്കിന് പ്രവാചക ശിഷ്യന്മാർ ഏലിയാവിന് ഉണ്ട് എന്നതാണ് സത്യം. 100 കണക്കിന് പ്രവാചക ശിഷ്യന്മാർ ഏലിയാവിന് ഉണ്ടായിരിക്കും. സ്തോത്രം. അപ്പൻ മകൻ എന്ന ബന്ധത്തിലേക്ക് ആ ശുശ്രൂഷ കാലങ്ങളിൽ വഴിത്തിരിഞ്ഞു വന്ന ഒരൊറ്റയാളേ ഉള്ളൂ, അതാണ് ഏലീശ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഒരുപാട് പ്രവാചക ശിഷ്യന്മാരുണ്ടായിരുന്നിട്ടും, ഒത്തിരി പേര് ശുശ്രൂഷയുടെ ഭാഗമായിരുന്നിട്ടും, ഒത്തിരി പേര് പല അത്ഭുതങ്ങളും ശുശ്രൂഷാകാലം കൊണ്ട് ചെയ്തിരുന്നിട്ടും അപ്പൻ മകൻ ബന്ധത്തിലേക്ക് വരാൻ വില കൊടുത്തത്, സ്തോത്രം, ഒരൊറ്റ വ്യക്തി മാത്രമാണ് ആ ശിഷ്യഗണത്തിൽ, അതാണ് ഏലീശ എന്ന് പറയുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകാൻ പോകുകയാണ്. പ്രവാചക ശിഷ്യൻ എന്ന സ്ഥാനത്ത് നിന്ന് ഏലിയാവിൻ്റെ ഒരു മകൻ എന്ന സ്ഥാനം, ഒരു മകൻ എന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ അവൻ ജഡത്തിൽ നിന്ന് ജനിക്കപ്പെട്ട ഒരു മകൻ എന്നർത്ഥമല്ല, അതൊരിക്കലും നടക്കത്തില്ല. പിന്നെയോ ഒരാത്മീക സന്തതി എന്ന, ഒരാത്മീക മകൻ എന്ന ബന്ധത്തിൽ നിന്ന് വില കൊടുത്തത് ഏലീശ മാത്രമാണ്. സ്തോത്രം. ഒരാത്മീക മകൻ എന്ന ബന്ധം, ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 2 വിധ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ 2 വിധ ബന്ധങ്ങൾ. ഒന്ന് സ്പിരിച്വൽ റിലേഷൻഷിപ്പ്, 2 ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ജഡികമായ ശാരീരികമായ ബന്ധം, 2 ആത്മീകമായ ബന്ധം. 2 ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശാരീരികമായ ബന്ധം എന്താ നമുക്കറിയാം. അപ്പൻ മക്കൾ, ഭർത്താവ് ഭാര്യ, ഈ ഒരു ബന്ധത്തിന്റെ സർക്കിൾ, കുടുംബക്കാർ, രക്തബന്ധങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഇവർ തമ്മിലുള്ള ഒരു ബന്ധമാണ് എന്ത്? ഫിസിക്കലായിട്ടുള്ള രക്തബന്ധം എന്ന് പറയുന്നത്, ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. 2ാമത്തെ ബന്ധമാണ് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ആത്മീക ബന്ധം എന്ന് പറയും. ഒരാമേൻ പറഞ്ഞാട്ട്. എന്തൊരു ബന്ധമാ? ആത്മീക ബന്ധം. ആത്മീക ബന്ധം. നിങ്ങൾ ശ്രദ്ധിച്ചേ, എൻ്റെ വീട്ടിൽ എൻ്റെയും എൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് രക്തത്തിൽ ജനിക്കപ്പെട്ട 2 തലമുറകളുണ്ട്. അത് ഞങ്ങളുടെ രക്തത്തിൽ ജനിക്കപ്പെട്ട തലമുറകളാണ്. അപ്പോൾ തന്നെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് ആത്മീക മക്കളെ ശുശ്രൂഷയിൽ കർത്താവ് തന്നിട്ടുണ്ട്. അതും രക്തത്തിൽ ജനിച്ചതാണ്. ആ രക്തം എൻ്റെ അല്ലെന്ന് മാത്രം, കാൽവറിയിലെ രക്തമാണ്. എൻ്റെ കൂടെ ഒന്ന് വരണേ നിങ്ങൾ, എൻ്റെ കൂടെ ഒന്ന് വരണേ നിങ്ങൾ.
ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. ശാന്തമായിട്ട് പോവാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുക. എന്റെ രക്തത്തിനാണോ വില ഉള്ളത്, കാൽവറി രക്തത്തിനാണോ വിലയുള്ളത്? ഇപ്പൊ നമ്മളൊക്കെ രക്തം കൊടുക്കുന്നവരാ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ ഇറച്ചി പലരും രക്തം കൊടുക്കാറുണ്ട്. അപ്പൊ ചിലർക്ക് പൈസ കൊടുക്കും, ചിലർക്ക് ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കും, ചിലർ ഒന്നും കൊടുക്കത്തില്ല. എന്തായാലും രക്തത്തിനൊരു വില. ഒരു കുപ്പി ബ്ലഡിന് ഇത്ര രൂപ എന്ന് ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യും? വിലയിടും. അപ്പൊ ഒറ്റ വാക്കി പറഞ്ഞാൽ, ഓവസിന്റെ രക്തമാണെങ്കിലും എൻ്റെ രക്തമാണെങ്കിലും ആ രക്തത്തിന് എന്തുണ്ട്? വിലയുണ്ട്. പക്ഷെ പത്രോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുക വിലയേറിയ രക്തം. എന്തുവാ? നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ ഒന്നുമല്ല, വിലയേറിയ, അല്ലെ? കുഞ്ഞാടിന്റെ വിലയേറിയ നിണത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നിണത്തിൽ. ബാക്കി പാടുമ്പോൾ ഞാൻ ചിന്തിച്ചത്, പാടാത്തതിനായി സ്തോത്രം. അപ്പൊ ശ്രദ്ധിച്ച്, വിലയേറിയ രക്തം. അങ്ങനെയാണെങ്കിൽ കേട്ട പ്രിയരെ, എന്റെ രക്തത്തിനല്ല വിലയുള്ളത്, കാൽവറി രക്തത്തിനാ. എന്ന് പറഞ്ഞാൽ അത് വിലയേറിയ രക്തമാണ്. എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വില കേട്ടില്ല, അതിന് വില, അതാണ് സത്യം. അതിന് വില ഇടാൻ പറ്റത്തില്ല. അതിന് വില ഇടാൻ പറ്റത്തില്ല. എത്ര വില ഇട്ടാലും അതിന് വില ഇടാൻ പറ്റത്തില്ലെന്ന്. അത്രയ്ക്ക്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വിലയേറിയ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വില എന്താണെന്നറിയോ? ഇട്ടുകൊണ്ട് വന്ന ചുരിദാറോ സാരിയോ അവ ഉപയോഗിച്ചുകൊണ്ടുവന്ന കാറോ വീടോ ഒന്നുമല്ല. നമ്മുടെ വില എന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടെടുത്ത രക്തത്തിന്റെ വിലയാണ് നമ്മുടെ വില. അതുകൊണ്ട് തിരുവെഴുത്തിൽ എഴുതിയത്, അവൻ നിങ്ങളെ വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കുന്നെന്ന്. ആരെങ്കിലും നിന്നെ നോക്കി വിലയില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അത് കേട്ട് നീ നിരാശപ്പെടണ്ട. നിനക്കൊരു വിലയുണ്ട്. അത് കാൽവറി രക്തത്തിന്റെ വിലയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടെ, എന്റെ രക്തത്തിന്റെ ആ രക്തബന്ധത്തിൽ നിന്ന് പുറപ്പെട്ട എന്റെ തലമുറകളും കാൽവറി ക്രൂശിലെ രക്തത്തിന്റെ വിലയാൽ എന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ചില ആത്മീക ബന്ധങ്ങളുമുണ്ട്. എൻ്റെ ചോദ്യം, ഇതിലേതാ വിലയുള്ളത്? ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണോ, സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആണോ? കേട്ടെ, ഇതിലേറ്റവും വിലയേറിയതേതാ? ഫിസിക്കൽ റിലേഷൻഷിപ്പ് മോശമാണെന്നല്ല, ബന്ധങ്ങൾ മോശമാണെന്നല്ല, അതെല്ലാം വേണം. പക്ഷേ ഏറ്റവും വിലയുള്ളത് ആത്മീക ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഈ ആത്മീക ബന്ധത്തിന്റെ പിൻപിലെ കാരണക്കാരൻ യേശുവാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ഈ ആത്മീക ബന്ധത്തിന്റെ പാസ്റ്റർ അഭിമന്യുവിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നത്, അദ്ദേഹം പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നത്, അദ്ദേഹത്തെ നിങ്ങളൊരു ആത്മീക പിതാവായി നിങ്ങൾ കാണുന്നത്, അദ്ദേഹം നിങ്ങളെക്കാൾ പ്രായക്കുറവുണ്ടെങ്കിൽ പോലും, അതിനേക്കാൾ പ്രായ കൂടുതൽ നിങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതെല്ലാം ക്രൈസ്തുവുമായി ബന്ധപ്പെട്ട, യേശുവുമായി ബന്ധപ്പെട്ട, യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ് നമുക്കൊരാത്മീക ബന്ധം ദൈവം തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന ദൈവമക്കൾ ഓർത്തോണം, പൈശാചിക ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എൻ്റെ ബ്ലഡിൽ നിന്ന് പുറപ്പെട്ട ബന്ധത്തെ പൊളിക്കുന്നതിനേക്കാൾ, പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ ബന്ധത്തിന് പുറപ്പെട്ട സ്തോത്രം, ബന്ധങ്ങളെ പൊളിക്കുന്നതിനേക്കാൾ കാൽവറി ക്രൂശിലെ രക്തത്താൽ ബന്ധപ്പെട്ട ബന്ധങ്ങളെ പൊളിച്ചു കളയാൻ എന്നും പോരാടുന്ന ഒരു ശക്തമായ പോരാട്ടം, ഒരു ശക്തമായ വെല്ലുവിളി എക്കാലത്തുമുണ്ട്. ഇന്ന് രാത്രി തിരിച്ചറിയണേ സ്തോത്രം, തിരിച്ചറിയണം. നമ്മുടെ വിശ്വാസ ജീവിതം ഒന്ന് എടുത്തേ. ഈ വിശ്വാസ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ തകർന്നു പോയത് ഫിസിക്കൽ റിലേഷൻ ആണോ, സ്പിരിച്വൽ റിലേഷൻ ആണോ?
ഇത് രണ്ടും ഇല്ലയോ? എത്ര വഴക്കുണ്ടായിട്ടും ഇന്ന് നീ ആ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നത്? എത്രയോ പ്രാവശ്യം വഴക്കുണ്ടായി, നിന്റെ ഭിത്തിയെ നിന്റെ തലയെ ഭിത്തിയെ പിടിച്ച് നിങ്ങനെ ഉറച്ചു. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടും ഇന്നും നീ ആ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന, ആ ഭർത്താവ് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന, ആ മക്കൾ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന, നിങ്ങൾ ആ മക്കളുടെ കൂടെ താമസിക്കുന്ന. എത്ര കടിച്ചു പിടിച്ചാ മോനെ ആ ബന്ധത്തെ നമ്മൾ നിലനിർത്തുന്നത്? കൈവിട്ട് പോകുമ്പോൾ അത് വേറെ ലെവലിലോട്ട് പോകും, അത് വേറെ കാര്യം. ഞാൻ ഇതിനകം തിരിക്കുന്ന നിങ്ങളുടെ കാര്യമാ പറയുന്നേ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങളൊക്കെ കുടുംബജീവിതം നയിക്കുന്നവർ സ്വത്രം പറഞ്ഞാട്ടെ. കുടുംബജീവിതം നയിക്കുന്നവർ, ഫാമിലി, ഈസി അല്ലേ? എല്ലാവരും കാണുന്ന പോലെ ഈസി അല്ലേ? കയ്യെ പിടിച്ചിങ്ങനെ വരുന്നതല്ലേ കുടുംബജീവിതം? ആണോ? ഇതായിരുന്നു കുടുംബജീവിതം എന്നുണ്ടെങ്കിൽ പലരും കല്യാണം കഴിക്കത്തില്ലായിരുന്നു. കൈപൊക്കണ്ട, കഴിക്കത്തില്ലായിരുന്നു. സത്യമായിട്ടാണ്. ഇനി ഒരു ജന്മം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സിംഗിളായിട്ട് നിൽക്കൂ. ജന്മം ഇല്ല, അത് വേറെ കാര്യം. ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കത്തുള്ളൂ. വെച്ചു മാറാൻ റോഷൻ പുസ്തകത്തിൽ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ 10,20,000 കഴിഞ്ഞേനെ. നിങ്ങളുടെ കൂടെ ഉണ്ടോ? മാത്രം. പക്ഷെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതോടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച്, അവൻ ഫിസിക്കൽ ബന്ധങ്ങൾ അവൻ മുറിയേണ്ട ഒത്തിരി അവസ്ഥ വന്നിട്ടും അത് നിലനിർത്താൻ നമ്മൾ ഇന്ന് വില കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എത്ര ആത്മീക ബന്ധങ്ങളെ പിശാച് മുറിച്ചു. കൂടെ വരുന്നുണ്ടോ നിങ്ങൾ? എത്ര ആത്മീക ബന്ധങ്ങളെ മുറിച്ചു, എത്ര ദൈവദാസന്മാരോടുള്ള ബന്ധങ്ങളെ മുറിച്ചു, എത്ര കൂട്ടുവിശ്വാസമുള്ള ബന്ധങ്ങളെ മുറിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ വീണ്ടും നിങ്ങളോട് പറയാൻ, ഒരു പാസ്റ്ററും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഫിസിക്കൽ റിലേഷൻ അല്ല. അവൻ പാസ്റ്ററുടെ രക്തബന്ധത്തിലുള്ളവര് ഇവിടെ അവൻ 1, 2, 3 പേരെ ഉള്ളൂ. ബാക്കി ആരും അവൻ നിങ്ങളുടെ ദൈവദാസന്റെ ബ്ലഡ് റിലേഷൻ അല്ല. ബാക്കി എല്ലാവരും സ്പിരിച്വൽ റിലേഷൻ ഉള്ളവരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ബന്ധത്തെ പൊളിച്ചു മാറ്റാൻ എപ്പോഴും പോരാടുന്ന അതിശക്തമായൊരു മേഖലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി ഞാൻ ഇപ്പം പാസ്റ്ററോട് പണ്ടത്തെ പോലൊന്നും എന്ത് ചെയ്യുന്നില്ല. പണ്ടൊക്കെ എനിക്ക് വലിയ ആത്മാർത്ഥ, പണ്ടത്തെ പോലൊന്നും ഞാനിപ്പോൾ പാസ്റ്ററോട് സഹകരിക്കുന്നില്ല. പാസ്റ്റർ എന്നോട് അങ്ങനെ ആണോ എനിക്കറിയത്തില്ല. പണ്ട് നമ്മളതൊക്കെ നിസ്സാരമായിട്ടാണ് പറയുന്നത്. അതിനിപ്പോൾ എന്നാ കൂട്ടുവിശ്വാസി മറിയാമ ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് എന്നോട് മിണ്ടാറേ ഇല്ല. ഞാനും കാണുമ്പോൾ എങ്ങനെയുണ്ട് മറിയാമേ, സുഖമായിരിക്കുന്നോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോവും. നമ്മളതൊക്കെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. നിസ്സാരമായിട്ട് കാണരുത്. അതിനെ ഏറ്റവും വിലയുള്ളതായി കാണണം. അത് ഏറ്റവും വിലയുള്ളതായി കാണണം. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവിൽ പറയാം, ഈ ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തിയാൽ കണക്റ്റ് ആയിരിക്കുന്നവർക്ക് ബ്ലഡിലൂടെ കണക്റ്റ് ആയവരെക്കാളും ആത്മാർത്ഥതയുണ്ടാവും. എന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടിൽ ഒരു വിഷയം വരുമ്പോൾ നിന്റെ കുടുംബക്കാർ ഓടി വരുന്നതിന് മുൻപിട്ട് നിന്റെ പാസ് ഓടി വരാൻ കാര്യം എന്താണെന്നറിയാമോ? നിന്റെ രക്തബന്ധങ്ങൾ ഓടി വരുന്നതിന് മുൻപിട്ട് നിന്റെ കൂട്ടുവിശ്വാസി ഓടി വരാൻ കാര്യം എന്തെന്നറിയാമോ? അവിടെ വേറെ സംതിങ് ഒന്നുമില്ല. ക്രൂശിലെ രക്തത്തിന്റെ പവറാണ് ഞങ്ങളെ ഓടിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു അഭിഷക്തന്റെ അകത്തു മൊത്തം ദൈവമക്കളെ കുറിച്ചുള്ള ചിന്തയാണ്. അല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല. നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ ഞങ്ങൾക്ക് വേദന വരും. നിങ്ങൾക്കൊരു ഇല്ലായ്മ വരുമ്പോൾ ഞങ്ങൾക്കൊരു വേദന വരും. നിങ്ങളൊരു പൊളിഞ്ഞ വീട്ടിൽ കിടക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു വേദന വരും. സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി നടക്കാതിരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു വേദന വരും. കാര്യമെന്തെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ഒരു ബന്ധത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയുന്നു, സ്പിരിച്വൽ ബന്ധങ്ങൾ ബ്രേക്ക് ആകുമ്പോൾ മുറിയുന്ന ഒരു അപ്പനുണ്ട്. മനസ്സിലായില്ല? മോനെ, നിങ്ങൾ 2 പേരല്ലേ മക്കള്? 3 പേര്. നിങ്ങൾ 3 മക്കള് തമ്മിൽ മിണ്ടാതിരിക്കുമ്പോൾ ആർക്കാ മോനെ വേദന?
ആർക്കാ മോനെ വേദന? എൻ്റെ രണ്ട് മക്കള് ഒരു വീട്ടിൽ താമസിച്ചിട്ട് യാതൊരു സഹകരണവുമില്ലെങ്കിൽ അവർക്കല്ല പെയിൻ, അപ്പനാ പെയിൻ. മനസ്സിലാകുന്നുണ്ടോ ഈ പറഞ്ഞത്? അവൻ സഹോദരങ്ങൾ, ആത്മീക ബന്ധങ്ങൾ മുറിയപ്പെടുമ്പോൾ, അകലുമ്പോൾ അവൻ മുറിയുന്ന, വേദനിക്കുന്ന ഒരു കർത്താവിന് ഹൃദയമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുകയാണ്. പരിശുദ്ധാത്മാവിനോട് ഈ ദൂത് ശക്തമായി ഇവിടെ പറയാൻ എന്നെ വളരെ നിയോഗിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ഇത് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. എവിടൊക്കെയോ ബന്ധങ്ങളെ പൊളിക്കുന്ന ചില പോരാട്ടങ്ങളെ ഇന്ന് രാത്രി തകർത്തു മാറ്റാൻ യൂദ ഇത്ര വൃത്തികേട് കാണിച്ചിട്ടും ഒരിക്കലും ഒരു മനുഷ്യൻ സഹിക്കാത്ത കാര്യമാണ് യൂദ കാണിച്ച്. എന്നിട്ട് യേശു കർത്താവ് അവസാനം ആ കള്ളനെ വിളിക്കുക, സ്നേഹിത. നമ്മളെപ്പോലെ സ്നേഹിത എന്ന് വാക്കുകൊണ്ട് പറഞ്ഞിട്ട് അകത്ത് കള്ളൻ എന്ന് വിളിച്ച യേശുവിനെ അല്ല ഞാൻ ആരാധിക്കുന്നത്, അല്ലേ? നമ്മൾ മലയാളികളൊക്കെ സത്യം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഞാനും കൂടെ ചേർത്തായി പറഞ്ഞു, ഞാനും മലയാളി ആയതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ മലയാളികളൊക്കെ അഭിനയിക്കാൻ മിടുക്കരാ. ഉറക്കെ പറഞ്ഞാട്ടത്, അടുത്തിരിക്കുന്ന ആളെ നോക്കി പറഞ്ഞാട്ട് നമ്മൾ അഭിനയിക്കാൻ മിടുക്കരാന്ന് പറഞ്ഞാട്ട്. അഭിനയിക്കാൻ ആത്മാർത്ഥത നമുക്ക് അഭിനയിക്കാം, സ്നേഹം അഭിനയിക്കാം, എല്ലാം അഭിനയിക്കാം, അല്ലേ? അകത്ത് ഒന്ന് വെച്ചോണ്ട് നമ്മൾ മറ്റൊന്ന് അഭിനയിക്കും. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, അകത്തൊന്ന് വെച്ചോണ്ട് മറ്റൊന്ന് അഭിനയിക്കരുത്. ആരോടും അഭിനയിക്കരുത്. ഉണ്ടെങ്കിലുള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞ് കാര്യങ്ങൾ പരിഗണിച്ചോണം. അകത്തൊന്ന് വെച്ചോണ്ട് മറ്റൊന്ന് അഭിനയിക്കരുത്. അത് തമ്പുരാൻ ഒരിക്കലും നമ്മളെ അനുഗ്രഹത്തിലേക്ക് നടത്താൻ കാരണമാകത്തില്ല. അപ്പോൾ ആ ഭാഗം മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ആത്മീക ബന്ധങ്ങളെ മുറിക്കുന്ന പോരാട്ടങ്ങൾ ശക്തമായി നമ്മുടെ ഇടയിൽ ഉയരുമെന്ന് ഞാൻ പരിശുദ്ധാത്മാവിനൊരു ദൂത് പറയാം. രക്തത്താൽ ജയമെടുക്കുകയാണ്. സ്തോത്രം. പണ്ടത്തെ പോലുള്ള ആത്മാർത്ഥത ഇന്ന് നിനക്കുണ്ടാകണം, ദൈവദാസനോടുണ്ടാകണം, ദൈവദാസിയോടുണ്ടാകണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ചർച്ചിൽ എല്ലാ ദൈവമക്കളും ഇതിനകത്ത് ഇല്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ പറയാം, എൻ്റെ ചർച്ചിൽ പലരും നേരിട്ടല്ലാതെയും പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ പാസ്റ്റർക്ക് പണ്ടത്തെ പോലുള്ള ആത്മാർത്ഥത ഇപ്പം നമ്മളോട് ഇല്ല. എന്താ കാര്യം എന്നറിയോ? പണ്ട് അവരെ ഞാൻ എപ്പോഴും വിളിക്കുമായിരുന്നു. പണ്ട് ഞാൻ എപ്പോഴും അവരോട് കാര്യങ്ങൾ പലതും സംസാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്തോത്രം ആൾക്കാർ കൂടി, വിശ്വാസികൾ കൂടി, സ്തോത്രം വർധനവ് വന്നപ്പോൾ പണ്ട് 4, 3, 7 പേരായിരുന്നപ്പോൾ എല്ലാ മാസവും വിസിറ്റിങ്ങിന് പോകുമായിരുന്നു. വീടുകളിൽ ഓടിയെത്തുമായിരുന്നു. ചിലപ്പോൾ ഇപ്പോൾ പഴയതുപോലെ ഓടിയെത്താൻ കഴിയത്തില്ല. അങ്ങനെ വന്നപ്പോൾ അവർ ചിന്തിക്കുകയാണ്, എനിക്ക് അവരോട് എന്തുണ്ടായി? ആത്മാർത്ഥത കുറഞ്ഞു എന്ന്. എന്നാൽ സത്യമതാണോ? അല്ല, സത്യമതല്ല. ആത്മാർത്ഥത കുറഞ്ഞതല്ല. പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെ കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ പഴയ ആൾക്കാരെ ഒത്തിരി കെയർ ചെയ്യേണ്ടി വരത്തില്ല. എന്നും തള്ളയാടുകളെ ചുമലെടുക്കുന്ന ഒരു അപ്പനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ആ തള്ളയാടുകളിൽ നിന്ന് മാറി കുഞ്ഞാടുകൾ വരുമ്പോൾ നിങ്ങളെ അങ്ങോട്ട് നടത്തിയിട്ട് കുഞ്ഞാടിനെ തോളയെടുക്കും. അതിനകത്ത് പാർഷ്യാലിറ്റി ഉണ്ടെന്നല്ല, പന്തിപക്ഷമുണ്ടെന്നല്ല. സ്തോത്രം. പന്തിപക്ഷമുണ്ടെന്നല്ല. മൂത്ത കുഞ്ഞിനെ നന്നായി സ്നേഹിച്ചു. പക്ഷെ രണ്ടാമതൊരു കുഞ്ഞ് വന്നപ്പോൾ മൂത്ത കുഞ്ഞിനെ സ്നേഹം കുറഞ്ഞിട്ടില്ല. പക്ഷെ ഇളയ കുഞ്ഞിനെ കുറച്ചുകൂടെ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മൂത്ത കൊച്ചു പറയുക, പപ്പയ്ക്കും അമ്മയ്ക്കും ഇപ്പോൾ എന്നോട് എന്തില്ല? പണ്ടത്തെ സ്നേഹമില്ല. മിക്ക വീട്ടിലുള്ള വിഷയമാണത്. പണ്ടത്തെ സ്നേഹമില്ല. അതുകൊണ്ട് ഇളയവൻ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മൂത്തവന് ഭയങ്കര പ്രശ്നമാണ്. അവൻ പറയുന്നു, അമ്മയ്ക്കും പപ്പയ്ക്കും ഇളയവനോടാണ് സ്നേഹം. അങ്ങനെയല്ല അതിന്റെ ആഴമെന്ന് പറയുന്നത്. അതങ്ങനെ നടക്കത്തുള്ളൂ, അതങ്ങനെ സാധ്യമാകത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആത്മീക ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഈ പൗലോസിന്റെ നിജപുത്രനാണ് തിമത്തിയോസ്. ഒന്നാം ലേഖനത്തിൽ പറയുന്നു, എൻ്റെ നിജപുത്രനായ തിമത്തിയോസെ. രണ്ടാം ലേഖനത്തിൽ പറയുന്നു, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ ആ അപ്പൻ മകൻ എന്ന ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന വലിയ വിടുതലുകളുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൻ മകൻ എന്ന ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മേൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന വലിയ വിടുതലുകളുണ്ട്. രക്തത്താൽ ജയമെടുക്കുകയാണ്. ഞാനൊരു കാര്യം ദൈവത്തോട് പറയാം, ഈ ചർച്ചിൽ എത്ര 21 നടത്തി, എത്ര കൃപാവരപ്രാപ്തരായവരെ കർത്താവ് ഉപയോഗിച്ചാലും നിങ്ങളുടെ ദൈവദാസനെ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന പോലെ ആരെയും ഉപയോഗിക്കത്തില്ല. അതാണ് എൻ്റെ സത്യം. ആരെയും ഉപയോഗിക്കത്തില്ല. അങ്ങനെയാണത്.
രക്തത്താൽ ജയമെടുക്കുക. അദ്ദേഹം നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നടക്കാത്തത് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ നടക്കും. കാര്യം എന്താ? അദ്ദേഹം ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് ആ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിന്ന് രാത്രി പറയുന്ന മർമ്മങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വിശ്വസിക്കുക. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കേട്ടെ പ്രിയരെ, ഏകദേശം 10 വർഷം ഏലിയാവിന്റെ കൂടെ ഏലിശ മടക്കുകയാണ്. ഏലിയാവ് എന്നിട്ട് എടുക്കപ്പെടുന്ന സമയത്തും ഏലിശ വിളിച്ചത് എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ എന്നാണ്. ഇന്ന് രാത്രി ഞാൻ ആ വെളിപ്പാട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. നല്ല രീതിയിൽ ആമേൻ ഒരു ബന്ധം ഒരു ദിവസം പോലും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഏകദേശം 10 വർഷങ്ങൾ അപ്പൻ മകൻ എന്ന ബന്ധത്തിനകത്ത് ഒരകൽച്ച പറ്റാതെ ആത്മീക ബന്ധത്തെ നിലനിർത്താൻ കൊടുത്ത വിലയുടെ റിസൾട്ടാണ് ഒരു ദൈവകൃപയായി ഇവിടെ വ്യാപരിക്കപ്പെട്ടത്. ഓ റബാബറ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം പറയുക. രക്തത്താൽ ജയമെടുക്കുക. സ്തോത്രം. ഇത് നിങ്ങൾ കേട്ടെ, ഏലിശ ജനിച്ച പശ്ചാത്തലവും ഏലിയാവ് ജനിച്ച പശ്ചാത്തലവും രണ്ടാ. ഏലിയാവ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞ ഒരു കാട്ടുജാതിക്കാരനാ. ആരാ? കാട്ടുജാതി. അരയിൽ അവൻ തോൽവാറും രോമവസ്ത്രവും ഒക്കെ ധരിച്ച് ജീവിക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനാണ് ആര്? ഏലിയാവ്. തിപ്സിയ എന്ന് പറഞ്ഞ മലമ്പ്രദേശമാണ്. അപ്പൊ അങ്ങനെ ഒരു കാട്ടുജാതി പശ്ചാത്തലമാണ് ഏലിയാവ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഏലിശയോ? ഏലിശ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു മുതലാളിയാണ്. സ്തോത്രം. ഇവർ രണ്ടുപേരുടെ സംസ്കാരം, ഇവർ രണ്ടുപേരുടെ കൾച്ചർ, ഇവർ രണ്ടുപേരുടെ ജനന സ്ഥലം, ഇവർ രണ്ടുപേരും വളർന്ന പശ്ചാത്തലം ഒക്കെ രണ്ടും ടോട്ടലി ഡിഫറെന്റാണ്. ടോട്ടലി ഡിഫറെന്റാ. സ്തോത്രം. ഇത്രയും വ്യത്യാസങ്ങളുള്ള ഇവർ രണ്ടുപേരും അപ്പൻ മകൻ ബന്ധത്തിൽ 10 വർഷത്തോളം നടന്നെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അഭിഷേകമില്ല. അതിനേക്കാൾ വലിയ അഭിഷേകവും അത്ഭുതവുമില്ല. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. സ്തോത്രം. നമ്മൾ ഒരാളോട് കൂടുതൽ അടുക്കുമ്പോഴാണ് അവരാരാന്ന് കേട്ടില്ല. യെസ്. ദൂരെ നിന്ന് നോക്കുന്നതല്ല. നമ്മൾ ഒരാളോട് ഏറ്റവും കൂടുതൽ അടുത്ത് വരുമ്പോൾ, അടുത്ത് സഹകരിക്കുമ്പോഴാണ് അവരുടെ സകല സ്വഭാവവും നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാകുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ചില സഹോദരിമാരുടെ തലയിലൊക്കെ വെച്ച് നന്നായിട്ട് ആരാധിക്കുകയും അഭിഷേകത്തിലൊക്കെ നിൽക്കുകയും ചെയ്യുന്ന സഹോദരിമാരുടെ തലയിലൊക്കെ വെച്ചു നല്ല വമ്പൻ ദൂത് പറയുമ്പോൾ അച്ഛൻ മാറിയിരുന്ന് കുനിഞ്ഞിരുന്ന് ചിരിക്കും. സ്വതന്ത്രം പറഞ്ഞാട്ട് ഭർത്താവ് മാറിയിരുന്ന് കുനിഞ്ഞിരുന്ന് ചിരിക്കും. കരിപുള്ളി പറയും എൻ്റെ വീട്ടു വമ്പൻ സാധനമാണ് പറയുന്നത്, അവളാരാന്ന് എനിക്കല്ല അറിയൂ എന്ന്. തിരിച്ചും അങ്ങനെയാണ്. കേൾക്കുന്നുണ്ടോ ഈ പറഞ്ഞ്? കാര്യം ഒരുമിച്ച് ജീവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ ഇവൻ ആരാ ഇവൾ ആരാ. പുറം ലോകത്തിന് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. സ്തോത്രം. അവൻ ഏലിയാവിൻ്റെ കൂടെ 10 വർഷങ്ങൾ വിട്ടുപിരിയാതെ യാത്ര ചെയ്ത ഏലിശയ്ക്കും ഏലിയാവിനും മനസ്സിലായിട്ടുണ്ട് ഇവർ തമ്മിൽ ആരാ യഥാർത്ഥത്തിൽ ഇവരുടെ അവസ്ഥ എന്താ, സ്വഭാവം എന്താന്നുള്ള കാര്യം. അങ്ങനെ തുടങ്ങി ഒത്തിരി 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 അടുത്തു വരാനുള്ള ബുദ്ധിമുട്ടുകളോ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടായി കാണും, എനിക്കറിയത്തില്ല മാനുഷിക സാഹചര്യത്തിൽ. എങ്കിൽ പോലും സ്തോത്രം ആ ബന്ധത്തിനകത്ത് അവർ നിൽക്കാൻ എടുത്ത ഒരു റിസ്ക് ഉണ്ട്. അതൊരു ദൈവപ്രവൃത്തിയായി തീർന്നു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, എന്തെങ്കിലും ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നടക്കണമെങ്കിൽ പുത്രത്വം എന്ന ബന്ധത്തിൽ കർത്താവുമായി ചേർന്ന് നിന്നോണം. ബന്ധം കൂടാതെ, റിലേഷൻ കൂടാതെ ഒരു ദൈവപ്രവൃത്തിയും നമ്മുടെ മേൽ നടക്കത്തില്ല. നമ്മൾ എത്ര കൈയടിച്ചാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും, എത്ര ചാടിത്തുള്ളി മറിഞ്ഞാലും ബന്ധത്തിനകത്ത് നിൽക്കാതെ, സ്തോത്രം, ബന്ധത്തിനകത്ത് നിൽക്കണം. കാര്യം നമുക്ക് തന്നിരിക്കുന്ന പദവി പുത്രത്വമാണ്.
കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അപ്പൻ മകൻ ബന്ധമാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ, അത്ര വലിയ പദവിയിലാണ് ദൈവം നമ്മളെ കൊണ്ടിരുത്തിയേക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, ആ ബന്ധത്തിനകത്ത് അങ്ങോട്ട് നിന്നു നോക്ക്. പക്ഷേ അതിനെ തകർക്കാനാ ശത്രു പോരാടുന്നേ. ഇവിടെ നേരത്തെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഈ ഉപവാസം വേറൊന്നിനുമല്ല, അപ്പനുമായുള്ള ബന്ധത്തിൽ നിന്ന് ചേർന്ന് നിൽക്കാൻ, അപ്പനുമായുള്ള ബന്ധത്തിൽ നിന്ന് അടുത്തു നിൽക്കാൻ അവർ ഒരു വലിയ വില കൊടുപ്പ് ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. ഒരു വിശ്വാസി എന്നതിനേക്കാൾ അപ്പുറമായി ഒരു മകൾ, ഒരു മകൻ, മക്കൾ എന്ന ബന്ധത്തിൽ കർത്താവുമായിട്ട് നിൽക്കാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിനകത്ത് ഒരു വാക്യമുണ്ട്, നമുക്കറിയാവുന്ന ഭാഗമാണ്. എബ്രായർ 12-നകത്ത് 12-5 മുതൽ മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, കർത്താവ് മകനെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. സ്തോത്രം. നിങ്ങൾ 7-ാം വാക്യത്തിൽ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ. 8-ാം വാക്യത്തിൽ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല. ഒരാമേ പറഞ്ഞാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മണ്ഡലത്തിൽ മാത്രമല്ല പ്രിയരെ. ആമേ. വിടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന മാത്രമല്ല, അപ്പൻ മകൾ മക്കൾ എന്ന ബന്ധത്തിനകത്ത് ആമേ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പായും നമുക്ക് ബാലശിക്ഷയുണ്ട്. എന്തുണ്ട്? ബാലശിക്ഷ ഉണ്ട്. ആമേ. ബാലശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ആമേ. അപ്പൻ മക്കളെ ആമേ ശിക്ഷിക്കുന്ന ശിക്ഷയാണെന്ത്? ബാലശിക്ഷ എന്ന് പറയുന്നത്. ഒരിക്കലും ബാലശിക്ഷ കൊല്ലാനല്ല, നന്നാകാനാ. ഇനി ഒരു ബാലശിക്ഷയും ഒരു പിള്ളേർക്കും, ഒരൊറ്റ പിള്ളേർക്കും എന്തല്ല? ഇഷ്ടമല്ല. ഉറക്കെ പറഞ്ഞാട്ടെ. ഒരു ബാലശിക്ഷയും ഒരൊറ്റ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമല്ല. അപ്പോൾ അപ്പനും അമ്മ പറയും, ഇന്ന് നിനക്കിത് മനസ്സിലാകത്തില്ല, നീ കല്യാണം കഴിച്ച് 2 പിള്ളേരൊക്കെ ആകുമ്പോൾ നിനക്ക് മനസ്സിലാകും എന്ന് നമ്മൾ ദേഷ്യം വരുമ്പം പറയും. കാര്യം എന്താ? ഒരു ബാലശിക്ഷയും ഒരു കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമല്ലെങ്കിലും അവർ നമ്മൾ ആ ശിക്ഷയ്ക്ക് ആ കുഞ്ഞുങ്ങളെ അർഹരാക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബന്ധമുള്ളത് കൊണ്ടാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഒരു തട്ടും ഒരു കൊട്ടും ഒക്കെ തരുന്നെങ്കിൽ ഓർത്തോണം, നീ മോനായിട്ടാ, നീ മകളായിട്ടാ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഇല്ലെങ്കിൽ നിനക്കത് ലഭിക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അപ്പൻ മക്കൾ ബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിനകത്ത് ലഭിക്കുന്ന ഒരു ബ്ലെസ്സിംഗ് ആണ് ബാലശിക്ഷ. ഒരു അനുഗ്രഹമാണ് ബാലശിക്ഷ. സ്തോത്രം. അതൊരു നന്മയാണ് ബാലശിക്ഷ. നമ്മുടെ വളർച്ചയ്ക്ക് അത് വളരെ ആവശ്യമാണ്. അവൻ നിങ്ങളെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നൊരു വേദഭാഗമുണ്ട്. അപ്പോൾ വളർച്ചയ്ക്കകത്ത് അങ്ങനൊരു ബാലശിക്ഷ ആവശ്യമാണ് എന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി ആ വിഷയത്തിലേക്ക് നമ്മളൊന്ന് കയറുക. ശ്രദ്ധിച്ചു കേൾക്കണം. ആ ബന്ധത്തിനകത്ത് നിൽക്കുകയാ, ബന്ധത്തിനകത്ത് നിൽക്കുകയാ. ഏത് ബന്ധത്തിലാ? ശിഷ്യൻ ഗുരു ബന്ധത്തിലല്ല. ആ ബന്ധത്തിനേക്കാളും കടുപ്പമേറിയതും ശക്തിയുള്ളതും നിലനിർത്തിക്കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളതുമായ അപ്പൻ മകൻ അല്ലെങ്കിൽ മകൻ അപ്പൻ ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ, ശ്രദ്ധിക്കുന്നുണ്ടോ? ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ, ബൈബിൾ ചോമോനെ ബന്ധത്തിനകത്ത് നിൽക്കുമ്പോൾ അപ്പൻ മോനോട് ചോദിക്കുക, പറ ഞാൻ എന്ത് ചെയ്തു തരണം? കേട്ടോ? അല്ലാതെ മോൻ 21 ദിവസം അവ മുട്ടയിരുന്നിട്ട് അപ്പ ചെയ്തു തരണേ എന്ന് പറഞ്ഞ് അപ്പനെ മുഷിപ്പിക്കുകയല്ല, അപ്പനെ നിർബന്ധിപ്പിക്കുകയല്ല, ചെയ്ത് തന്നേ പറ്റൂ. ചിലർ കുറച്ചുകൂടെ കയറ്റി പറയും, ചെയ്തു തന്നതിനാൽ. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ പറയും ഇഞ്ഞ് കിട്ടുവന്നാ, ചുമ്മാതാ. പിന്നെ എല്ലാം കയറ്റി അങ്ങ് പറയും, കർത്താവേ നീ എനിക്കത് ചെയ്ത് തന്നതിനാൽ. അങ്ങനെ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? വല്ലതും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ച് 10 വർഷമായിട്ട് കൂടെ നടക്കുക. ഏലിയാവ് എടുക്കപ്പെടാൻ പോകുന്ന കാര്യം ഏലിയാവിനും അറിയാം. ഏലിയാവ് എടുക്കപ്പെടാൻ പോകാൻ സമയമാണ് ഏലിശയ്ക്കും അറിയാം. ബാക്കിയുണ്ട് എനിക്ക് വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് 2നും ബാക്കിയുണ്ട്. സ്തോത്രം. അപ്പോൾ ഏലിയാവ് എടുക്കപ്പെടാൻ ഭാവിച്ചിരിക്കുന്നെന്ന് 2 രാജാക്കന്മാർ 2:1 വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ബേഥേലിലെ പ്രവാചക ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനനെ നിന്റെ തലയ്ക്ക് നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചതിന് അതിനവൻ, അതേ ഞാൻ അറിയുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ.
ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഏലിയാവ് എടുക്കപ്പെടാൻ ഉള്ള സമയമായതൊന്നും ഏലിശയോട് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്താ, പരിശുദ്ധാത്മാവ് രണ്ടുപേരും ഒരുപോലെ വ്യാപരിച്ചത് കൊണ്ട് കാര്യങ്ങളെല്ലാം ഓക്കെ ആയെന്ന് ഒരുമിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അത് വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ കണ്ടോ, കൂടെ അവ എടുക്കപ്പെടാൻ പോകുകയാണെന്ന് ഏലിശയ്ക്കും അറിയാം. അവ എപ്പോഴാണെന്ന് അറിയത്തില്ല, സമയമായി വരുന്നെന്നറിയാം. ഇത്രയും വർഷമായിട്ട് കൂടെ നടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഏലിശയ്ക്ക് പല കാര്യങ്ങളും ഏലിയാവിനോട് ഓർപ്പിച്ചുണർത്തി ചോദിച്ചു വാങ്ങാനൊരു ബന്ധമുണ്ട്. സ്തോത്രം. പക്ഷെ ഏലിശയ്ക്ക് അറിയാം, ബന്ധത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അങ്ങോട്ടൊന്നും ചോദിക്കണ്ട, ഇങ്ങോട്ട് പറഞ്ഞോളൂ. ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഞാൻ നിനക്ക് ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ ആത്മാവിൽ പറയുന്നു, ഒരൊറ്റ വിഷയം വെച്ച് നീ പ്രാർത്ഥിച്ചില്ലേലും കർത്താവ് നിന്നോട് ചോദിക്കും. നിന്നോട് കർത്താവ് പറയൂ, പറ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? പുതിയ നിയമത്തിൽ ഈ ഒരു ചോദ്യം കർത്താവ് ഒരു മനുഷ്യനോട് ചോദിച്ചു. വൃത്യമായോടാ ചോദിച്ചേ. എന്താ ചോദിച്ചേ? ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് ഭൃത്യമായോടെ കർത്താവ് ചോദിച്ചേ. ആ ചോദിക്കാനുള്ള പല കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ഇന്ന് രാത്രി വരുന്നില്ല. മനസ്സിലായവർക്കായി ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഏലിയാവ് അപ്പൻ മകനോട് ചോദിക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? ആ ബന്ധത്തിനകത്ത് നിന്നു വിജയിച്ചപ്പോൾ അപ്പന് ആ ചോദിക്കാനൊരു മനസ്സ് തോന്നിയതുപോലെ ഇന്ന് രാത്രിയിൽ കർത്താവിന് നമ്മളോട് മനസ്സ് തോന്നി സ്വർഗം ചില കാര്യങ്ങൾ നമ്മോട് ഇന്ന് രാത്രി ചോദിക്കണം. ആ ചോദ്യത്തിൻ്റെ മറുപടിയിലാണ് നമ്മുടെ വിഷയങ്ങൾ കയറി വന്നത്. ആ ചോദ്യത്തിൻ്റെ മറുപടി, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ എന്ത് ചെയ്യട്ടെ? വരുമാറാകട്ടെ. പ്രവാചകന്റെ മറുപടി, നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ്. ഒന്നും ഈ എൻ്റെ ആത്മാവിന് ഇരട്ടി പങ്കൊന്നും നിനക്ക് തരാനായിട്ട് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ സ്തോത്രം, എടുക്കപ്പെടുന്ന സമയത്ത് ചിലത് സംഭവിക്കും. ആ ഭാഗം നമുക്കറിയാം. ഏലിയാവ് എടുക്കപ്പെട്ട് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടപ്പോൾ ഏലിയാവിൽ നിന്ന് ഏലീശയുടെ മേൽ എന്ത് വീണെന്ന ഏലിയാവിൽ നിന്ന് ഏലീശയുടെ മേൽ പുതപ്പ് വീണു. ആ പുതപ്പെടുത്ത് ഏലീശ യോർദാനെ അടിച്ചു. കേൾക്കണം, ഏലീശ എന്താണ് ആഗ്രഹിച്ചത്? നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെന്ന് ചോദിക്കുമ്പോൾ ആ പുത്രത്വമെന്ന, ആ മകനെന്ന, ആ ആദിജാതനെന്ന പദവിയിൽ നിന്നുകൊണ്ട്, സ്തോത്രം, ആ പദവിയിൽ നിന്നുകൊണ്ട്, ആ ഒരു യഹൂദ പശ്ചാത്തലവുമായിട്ടുള്ള പൊസിഷനിൽ നിന്നുകൊണ്ട് അവൻ ഒരു അപ്പനോടൊരു മകൻ ആവശ്യപ്പെടുന്ന കാര്യം, അവൻ സ്തോത്രം എന്തു വേണമെന്ന് ചോദിച്ചപ്പോൾ മകൻ ആവശ്യപ്പെട്ടെങ്കിലും അപ്പന് മനസ്സിലായി ആവശ്യപ്പെട്ടതിൻ്റെ അർത്ഥം അത്രമാത്രം അവന് മനസ്സിലായിട്ടില്ല. അവൻ ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ്. ഏലീശ ചോദിച്ചതിന് പിൻപിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത്രയേ ഉള്ളൂ: അപ്പന്റെ പിന്തുടർച്ച അവകാശത്തിന് ഓഹരിക്കാരനാണ് ഞാൻ. അപ്പൻ ചെയ്തു വന്നത് എന്തൊക്കെയാണോ അത് തുടരേണ്ടതാണ് ആദിജാതൻ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യൻ ചിന്തിച്ചു വച്ചിരുന്നത്, ആമേൻ, ഏലിയാവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശക്തമായിരിക്കാം, ആ ആത്മാവിൻ്റെ പ്രവൃത്തി അത്രയ്ക്ക് ശക്തമാണ്, അതിൻ്റെ ഇരട്ടി പങ്കെൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ ആ അധികാരം എൻ്റെ മേൽ കൈമാറുമെന്ന് ഈ മനുഷ്യൻ ചിന്തിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. അതിൻ്റെ സത്യം, അവൻ്റെ ആത്മാവിനെ അല്ല ദൈവം കൊടുത്തത്, പക്ഷെ അവൻ ആഗ്രഹിച്ചത് കൊടുത്തു. അവൻ ആഗ്രഹിച്ചത് എന്താ? ഒരു പിന്തുടർച്ച അവകാശമായിരുന്നു. ഏലിയാവിൽ നിന്ന് അവൻ തുടർന്നു വരേണ്ട തലമുറകളിലേക്ക്, അടുത്ത ആദിജാതനിലേക്ക് കടന്നു വരേണ്ട ഒരു പിന്തുടർച്ച അവകാശമായിരുന്നു ഏലീശ ആവശ്യപ്പെട്ടത്. അത് ശരിക്കും മനസ്സിലാക്കിയ ഏലിയാവ് പറഞ്ഞു, നീ ചോദിച്ചത് അല്പം പ്രയാസമുള്ള കാര്യമാണ്, എങ്കിലും എടുക്കപ്പെടുന്ന സമയത്ത് നിന്റെ മേൽ ചിലത് സംഭവിക്കപ്പെടും. അങ്ങനെ സംഭവിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഈ പുതപ്പ്. ഇനി ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു വിടും, നമുക്ക് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചേ, അധികാരത്തിൻ്റെ ശുശ്രൂഷയുടെ കൈമാറ്റം വേദപുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യത്യസ്ത നിലയിലാണ് അധികാരത്തിൻ്റെയും ശുശ്രൂഷയുടെ കൈമാറ്റം നടക്കുന്നത്. ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള അവൻ നേരിട്ട്
നേരിട്ടുള്ള ഒരു നിയമനമുണ്ട്. ദൈവത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു നിയമനമുണ്ട്. ആ നിയമനം അവൻ മോശയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവം നേരിട്ടാണ് മോശയെ ശുശ്രൂഷയ്ക്ക് എന്ത് ചെയ്യുന്നത്? നിയമിച്ചത്. ദൈവത്തിൻ്റെ നേരിട്ടുള്ള നിയമനത്തിലൂടെ ശുശ്രൂഷയുടെ അധികാരത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, കൃപാവരത്തിൻ്റെ ഒരു കൈമാറ്റം നടക്കും. ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൈവപ്പിലൂടെ ആ അധികാരത്തിൻ്റെ കൈമാറ്റം നടക്കും. യോശുവെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ മോശ അവനെ കൈവച്ച് ശുശ്രൂഷ ഏൽപ്പിച്ചെന്നാണ് വായിക്കുന്നത്. മോശയ്ക്ക് കിട്ടിയത് നേരിട്ട്, മോശ യോശുവയ്ക്ക് കൈമാറിയത് കൈവച്ച്. രണ്ടാമത്തെ ശുശ്രൂഷയുടെ കൈമാറ്റത്തിൻ്റെ മെത്തേഡ് കൈവച്ച്. മൂന്നാമത്തതാണ് വസ്ത്രവും പുതപ്പും കൈമാറുക. വസ്ത്രവും പുതപ്പും കൈമാറുക. പുറപ്പാട് പുസ്തകം 29:29 പറയുന്നു, അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവൻ്റെ ശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതാണ്. അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവൻ്റെ ശേഷം അവൻ്റെ പുത്രന്മാർക്ക് ഉള്ളതാണ്. അപ്പോൾ അവൻ ശുശ്രൂഷയുടെ കൈമാറ്റം. മൂന്നാമത് നടക്കുന്ന മെത്തേഡ് വസ്ത്രം പുതപ്പും കൈമാറി. നാലാമത്തെ മെത്തേഡ് അഭിഷേക തൈലമൊഴിച്ച്. അതാണ് ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പോയത്. അഭിഷേകത്തിൻ്റെ തൈലം ഒഴിച്ച്. പഴയ നിയമത്തിൽ ഇപ്രകാരമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വസ്ത്രവും പുതപ്പും കൈമാറിയല്ല, അഭിഷേകത്തിന് എണ്ണ ഒഴിച്ചല്ല. അവൻ യേശു കർത്താവ് പറഞ്ഞു, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പ്രാർത്ഥിൻ, എന്നാൽ പരിശുദ്ധാത്മ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ സാക്ഷികളായി തീരും. പുതിയ നിയമത്തിലേക്ക് ആ ശുശ്രൂഷ കൈമാറുന്നത് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്ന. മനസ്സിലായവരോട് ആമേൻ പറഞ്ഞാട്ട്, ശക്തിയോടെ ആമേൻ പറഞ്ഞാട്ട്. രക്തത്താൽ ജയമെടുക്കുക. നിങ്ങൾ ആ വാക്യം മനസ്സിലാക്കിയോ? ശുശ്രൂഷയുടെ കൃപാവരങ്ങളുടെ അധികാരത്തിലെ കൈമാറ്റം. ഒന്ന്, നേരിട്ട് കൈമാറും. നേരിട്ട് കൈമാറും. രണ്ട്, ഉറക്കെ പറ, കൈവപ്പിനാൽ കൈമാറും. മൂന്ന്, പുതപ്പും വസ്ത്രം കൊടുത്ത് കൈമാറും. നാല്, അഭിഷേകത്തിന്റെ, ഇതാ പഴയ നിയമത്തിൽ അഭിഷേകത്തിന് എണ്ണ ഒഴിച്ച് കൈമാറും. പല രീതിയിലാണ് കൈമാറുന്നതെങ്കിലും ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്ന ദൈവപ്രവൃത്തി ഒന്നാ. എൻ്റെ കൂടെ വന്നാട്ടെ. പല രീതിയിലാണ് കൈമാറുന്നതെങ്കിലും ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്ന ദൈവപ്രവൃത്തി ഒന്നാ. കൈമാറുന്ന അധികാരം ഒന്നാ, കൈമാറുന്ന ദൈവകൃപയൊന്നാ, കൈമാറുന്ന ദൈവശക്തി ഒന്നാ. സ്വത്രം പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, അവൻ ഏലിയാവിനോട് ചോദിച്ച ചോദ്യം, അവൻ സ്തോത്രം, ആ ചോദ്യത്തിന് മറുപടിയായി അവൻ സ്വർഗം കൈമാറിയത് ഒരു പുതപ്പാണെങ്കിൽ എന്താ നടന്നേന്നറിയാമോ? അവൻ ഏലിയാവ് കൈകാര്യം ചെയ്ത ആ ശുശ്രൂഷയുടെ ഒരു കൈമാറ്റമാണ് യേശുവിന്റെ മേൽ വെളിപ്പെട്ടത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഇന്ന് രാത്രിയിലും നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ ശക്തമായി പറയാം, അവൻ നമ്മുടെ മേൽ നടക്കേണ്ട കൈമാറ്റങ്ങൾ അത് അസാധാരണ നിലയിൽ നടക്കും. എത്ര പേർക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുന്നുണ്ട്? അതൊരു പാസ്റ്റർ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാകാം, പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോഴാകാം, നീ അന്യഭാഷ പറഞ്ഞുകൂടി ഇരിക്കുമ്പോഴാകാം, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാകാം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാകാം. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, എങ്ങനായിരുന്നാലും അവൻ ഇന്ന് രാത്രിയിൽ അവൻ ചില കൈമാറ്റങ്ങൾ നിന്റെ മേൽ നടന്നിരിക്കും. ഇന്ന് രാത്രി ചില കൈമാറ്റത്തിനായി കർത്താവ് നിന്നെ ഒരുക്കിയിരിക്കും. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ആ മകൻ അപ്പൻ എന്ന ബന്ധം. മകൻ അപ്പൻ എന്ന ബന്ധം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ ഏലിശയ്ക്കുണ്ട്. പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ ഏലിശയ്ക്കുണ്ടായിരുന്നെങ്കിലും ഏലിശ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് പറഞ്ഞു വന്നപ്പോൾ നിന്റെ ആത്മാവിനെ ഇരട്ടിപ്പങ്ക് വേണമെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവൻ അതിനകത്ത് ഏലിശ ആഗ്രഹിച്ചത് ഇത്രയേ ഉള്ളൂ, അവ കൈമാറി വന്ന അവ എൻ്റെ അപ്പൻ്റെ ശുശ്രൂഷ എന്ന അവകാശം. സ്വതന്ത്രം പറ. വേറൊന്നും ഏലിയാവിന് കൊടുക്കാൻ ഇല്ല. പ്രോപ്പർട്ടി ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഏലിയാവിന് ആകെ ഉള്ളതൊരു മിനിസ്ട്രിയാണ്. ഏലിയാവിന് ആകെ ഉള്ളൊരു ശുശ്രൂഷയാണ്. രാമൻ പറഞ്ഞാട്ടെ. രക്തത്താൽ ജയമെടുക്കുകയാണ്. വേറൊന്നും ഏലിയാവിനില്ല. വസ്തു മേടിച്ചു കൊടുക്കാനില്ല, അവൻ വീട് വെച്ച് കൊടുക്കാനില്ല, ഒന്നുമില്ല. ആകെ ഏലിയാവനുള്ളത് അവൻ താൻ ഇത്രയും വർഷം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ശുശ്രൂഷയുടെ നിയോഗമാണ്. രക്തത്താൽ ജയമെടുക്കുകയാണ്. ഏലിശ ആവശ്യപ്പെട്ടതും അതുമാത്രമാണ്. ഇന്ന് രാത്രി ഞാൻ പറയാൻ പോകുന്ന 2-3 കാര്യങ്ങൾ കൂടെ നിങ്ങൾ കേൾക്കണം. 2-3 കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. ഏലിയാവ് ഏലിശയെ കണ്ടെത്തുമ്പോൾ, മോനെ ഏലിശ,
12 കാളയുടെ ഉടമയായി നിന്നുകൊണ്ട് 12ാമത്തോടു കൂടെ താൻ നിലം എന്ത് ചെയ്യുക? ഒഴിവിച്ചുകൊണ്ടിരിക്കുക. അതാ പറഞ്ഞ കൊച്ചു മുതലാളിയാണെന്ന്. അത്യാവശ്യം നിലമുണ്ട്, 12 കാളയുണ്ട് എന്ന് വെച്ചാൽ 24 കാള. അത് ജോലി ചെയ്യാനുള്ള ജോലിക്കാര്. ഈ സെറ്റപ്പിൽ നിൽക്കുമ്പോഴാണ് ഏലിയാവ് ആരെ കണ്ടെത്തിയത്? എലീശയെ കണ്ടെത്തിയത്. അവൻ സ്തോത്രം. അവൻ വിട്ടുവരാൻ പറഞ്ഞപ്പോൾ അവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് വേറെ ഒന്നും നോക്കാതെ എല്ലാം വിട്ടെറിഞ്ഞ് അവൻ ഏലിയാവിൻ്റെ കൂടെ ഏലിയാവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. രാമൻ പറഞ്ഞാട്ടെ, ഫോളോ ചെയ്യാൻ തുടങ്ങി. അവൻ ഏലിയാവ് ചോദിക്കുന്നൊരു ചോദ്യത്തിനകത്തു നിന്നൊരു ദൂത് ഞാൻ പറയാം. ഏലിയാവ് ചോദിക്കുകയാ, അവൻ 12 കാളയെ അവൻ വിടാൻ പറഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ, ബുദ്ധിക്കകത്ത് ചിന്ത കൊണ്ടുവരാതെ ആ സെക്കൻഡിൽ തന്നെ 12 കാളയെ വിട്ട് എന്നെ അനുഗമിച്ച ഞാൻ എന്നോട് ചോദിക്കുന്നു, അതിന് പകരമായി ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അതിന് പകരമായി ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കേൾക്കണേ, എലീശയുടെ മറുപടി 12 കാള, അർത്ഥാൽ 24 കാളയ്ക്ക് പകരമായി ദേശത്തിൽ ദൈവമനെ മാനിച്ചെന്ന് പറയാൻ 48 കാളയെ തരണമെന്നല്ല മോനെ എലീശ ആവശ്യപ്പെട്ടത്. വിട്ട കാളയ്ക്ക് പകരമായി എനിക്ക് വേണ്ടിയത് അങ്ങ് കൈകാര്യം ചെയ്ത ആ ശുശ്രൂഷയുടെ ഒരധികാരമാണ്. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ കർത്താവിലേക്ക് വരാൻ പലതും വിട്ടെറിഞ്ഞു വന്നതിനകത്തുണ്ട്. കുടുംബങ്ങൾ, രക്തബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ, ചർച്ചക്കാർ, അതിൻ്റെ പേരിൽ ഇന്നും നിന്നെ കണ്ടാൽ മിണ്ടാത്തവർ, അതിൻ്റെ പേരിൽ ഇന്നും നിന്നെ കണ്ടാൽ പരിഹസിക്കുന്നവർ. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, അവ 24 കാളകളെ ഒറ്റ സെക്കൻഡിൽ വിട്ടെറിഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ അതൊന്നും ഈസി അല്ല. ക്രമമായി വിട്ടെറിഞ്ഞതല്ല. ഓരോ വർഷം ഓരോ കാളെ വിട്ടെറിഞ്ഞതല്ല. ഒറ്റ നിമിഷങ്ങൾ കൊണ്ട് എല്ലാത്തിനെ വിട്ട് ഈ മനുഷ്യനൊരു പൊട്ടനെ പോലെ ഇറങ്ങി വന്നിരിക്കുകയാ. അവ ഒരു ചോദ്യം നിന്നോട് ദൈവത്തിന് ചോദിക്കാനുണ്ട്. നീ വിട്ടെറിഞ്ഞ പാരമ്പര്യത്തിന് പകരമായി, നീ വിട്ടെറിഞ്ഞ ആചാരങ്ങൾക്ക് പകരമായി, നീ എനിക്ക് വേണ്ടി വിട്ടെറിഞ്ഞ നിന്റെ കുടുംബത്തിന് പകരമായി, സകലത്തിന് പകരമായി ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? മറുപടി പറയാമോ? കർത്താവേ, അതിന് പകരമായി മറ്റൊന്നും ചെയ്യണ്ട. അതിന് പകരമായി എനിക്ക് വേണ്ടിയത് 24 കാളയേക്കാൾ, 48 കാളയേക്കാൾ, 72 കാളയേക്കാൾ, 100 കാളയേക്കാൾ അതിനോടൊന്നും തുലനം ചെയ്യാൻ പറ്റാത്ത ആ ദൈവകൃപയുടെ അസാധാരണ കൈമാറ്റം എൻ്റെ മേൽ ഇന്ന് രാത്രി നടക്കണമെന്ന് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? അങ്ങനെ ഒരു പ്രാർത്ഥനയും രാത്രിയിൽ ശക്തമായി പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗം നിന്നിലേ അതിന്റെ ആഴങ്ങളെ ഈ രാത്രി കൈമാറാൻ വിശ്വസ്തന. രണ്ട് ഏലിയാവിന്റെ പിന്നാലെ എലീശയെ അനുഗമിക്കുമ്പോൾ അവിടെ പറയുന്നത് അവന്റെ ശുശ്രൂഷകനായി തീർന്നു. ഏലിയാവിന്റെ ശുശ്രൂഷകനായിട്ട് ആര് മാറി? എലീശ മാറി. എന്തുവായിരുന്നു ശുശ്രൂഷ? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുന്നത്. ഇതാ ശുശ്രൂഷ. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുക. അതൊരു സേവനമാകട്ടോ, അതൊരു സേവനമാണ്. ഏകദേശം 10 വർഷത്തോളം ഏലിയാവിനെ സേവിച്ച എലീശ എന്ന് പറഞ്ഞാൽ 24 കാളയും അതിനെ നിലവുമുള്ള മുതലാളിയായി ജീവിച്ച ഒരു മനുഷ്യൻ. ആ കൊമ്പൊക്കെ ഒടിച്ച് താണ് വെള്ളമൊഴിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഏലിയാവിന്റെ ശുശ്രൂഷകനായി മാറിയെന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ളൊരു സംഭവമല്ല. പറയാൻ എളുപ്പമാ, ചെയ്യാൻ എളുപ്പമല്ല. പ്രവാചകൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ കാലമൊക്കെ എൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച് നടന്ന് ഒരു വിശ്വസ്തദാസനായി എന്നെ സേവിച്ച നിന്നോട് ഞാൻ ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്? പ്രവാചക ശിഷ്യന്റെ മറുപടി, മകന്റെ മറുപടി എന്താണെന്നറിയാമോ? ഞാൻ നിനക്ക് വേണ്ടി കയ്യിൽ വെള്ളമൊഴിച്ചു തന്നതിന് പകരമായി വെള്ളത്തെ 2 മാറ്റുന്ന ഒരു ദൈവശക്തിയുടെ കൈമാറ്റത്തെ നീ എനിക്ക് തരണമെന്ന് മകൻ അപ്പനോട് ആവശ്യപ്പെടുകയാ. ഇന്ന് രാത്രിയിൽ സ്വർഗം അങ്ങനെ ഒരു കൈമാറ്റത്തിനായി നമ്മളെ എഴുന്നേൽപ്പിക്കട്ടെ. സ്തോത്രം. 3 പ്രവാചകൻ ഗിൽഗാലിൽ നിന്നപ്പോൾ പറഞ്ഞു, ദൈവം എന്നെ ബഥേലിലേക്ക്
അയച്ചിരിക്കുന്നു. ദൈവം എന്നെ യെരിഹോവിലേക്ക്, ദൈവം എന്നെ യോർദാനിലേക്ക്. അതിനർത്ഥം നിന്നെ ദൈവം അയക്കുന്നില്ല, എന്നെ അയച്ചിരിക്കുന്നു. നമ്മളാണെങ്കിൽ കൂടെ പോവോ? ഇല്ല. പ്രവാചകർ എടുത്തെടുത്ത് പറഞ്ഞു, എന്നെ അയച്ചിരിക്കുന്നു, എന്നെ അയച്ചിരിക്കുന്നു, എന്നെ അയച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് നാണമില്ലാതെ ആര് കൂടെ പോവുക? പറഞ്ഞാട്ടെ, ഏലിശ കൂടെ പോകുക. ഞാനാണേ പോകത്തില്ല. എനിക്കിച്ചിരി ഈഗോയൊക്കെ ഉള്ളൊരു ഭാഷ. സ്വത്രം പറഞ്ഞാട്ടെ, മനസ്സിലായില്ല? എനിക്കിച്ചിരി ഈഗോയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതിനായ സ്വത്രം. എനിക്കിച്ചിരി ഈഗോയൊക്കെ ഉള്ളൊരു ഭാഷ. ഞാനാണേ ഞാൻ പോകത്തില്ല. അല്ലേ? നമുക്ക് നമ്മുടേതായ ചില ഈഗോ ചിന്തകളും മൈൻഡും ഒക്കെ ഉണ്ട്. സ്തോത്രം. ഞാനാണെ ഞാൻ ഒരിക്കലും പോകത്തില്ല. ഞാൻ പറയും, എന്തിനു പോകണം? അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, നിന്നെ എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല. എന്നെ അയച്ചിരിക്കുന്നു പറഞ്ഞത് ഞാൻ എന്തിനാ പുറകെ തൂങ്ങി കിടക്കുന്നത്? അതിനാവശ്യമില്ല. ഇത് പറഞ്ഞിട്ട് ഏലിശ പറയുകയാണ്, ആമേ, എന്നാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്റെ കൂടെ വരും. ഞാൻ ചോദിച്ചു, ഏലിശേ, അങ്ങക്ക് നാണമില്ലേ? അങ്ങക്ക് സ്റ്റാൻഡേർഡ് ഇല്ലേ? എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പുറകെ നടക്കും? ഒരു സ്ഥലമാണെങ്കിൽ പോട്ടെ, പല സ്ഥലങ്ങൾ എന്തിനാ പുറകെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏലിശ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അദ്ദേഹത്തെയാണ് ദൈവം അയച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ നിയോഗം എൻ്റെ നിയോഗമാണ്. അപ്പൻ്റെ മോനാ ഞാൻ. പറഞ്ഞത് മനസ്സിലായില്ല. അപ്പൻ്റെ മോനാ ഞാൻ. രക്തത്താൽ ജയം. അദ്ദേഹത്തിന് കിട്ടിയ നിയോഗം എൻ്റെ നിയോഗമാ. അഭിമന്യുവിന് കിട്ടിയ നിയോഗം നിങ്ങളുടെ നിയോഗമാ. മനസ്സിലായവർക്കായി സ്തോത്രം പറയുകയാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു ആത്മബന്ധത്തിനകത്ത് നിൽക്കാമോ? വിട്ടുമാറാൻ പറഞ്ഞിട്ടും വിട്ടുമാറാതെ അപ്പൻ്റെ നിയോഗം എൻ്റെ നിയോഗമായി ഏറ്റെടുത്ത് കൂടെ 10 വർഷത്തോളം നടക്കുന്ന ആ മനുഷ്യരോട് ചോദിക്കുക, എങ്ങനെ ചോദിക്കാതിരിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന്. മകൻ്റെ മറുപടി, 10 വർഷമായി ഈഗോ പ്രോബ്ലം ഒത്തിരി കയറി വന്നിട്ടു ആ ഈഗോയൊക്കെ തല്ലിപ്പൊട്ടിച്ച്, സ്വത്രം പറ, ആ ഈഗോയൊക്കെ ഞാൻ പൊളിച്ചു മാറ്റിയിട്ട് ഒരു പോഷനെ പോലെ നാണമില്ലാതെ ഞാൻ അങ്ങയുടെ കൂടെ നടന്നതിന് പകരമായി എനിക്ക് വേണ്ടിയത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ദൈവകൃപയാണ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് ദൈവത്തോട് കണ്ണുനീരോടെ ചോദിക്കാൻ ആഗ്രഹമുണ്ട്? എല്ലാവരും ഇരിപ്പിടം വിട്ട് ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ബൈബിളൊക്കെ അടച്ചാട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരുമിച്ച് ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. എത്ര പേര് ഇന്ന് രാത്രിയിൽ ഈ ദൈവശബ്ദത്തെ ഏറ്റെടുത്ത് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? എല്ലാവരും ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ അധരങ്ങളും ചലിച്ചു തുടങ്ങിയാട്ടെ. ആത്മസാന്നിധ്യം പ്രാപിച്ച ദൈവമക്കളെല്ലാം ഇന്ന് രാത്രി ഒന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. എത്ര പേര് ഇന്ന് രാത്രിയിൽ ഹൃദയംഗമായി എത്ര പേര് ഇന്ന് രാത്രി ചോദിക്കും? ഇന്ന് രാത്രി എത്ര പേര് ചോദിക്കും? ഞാൻ കൊടുത്ത വിലയ്ക്ക് പകരമായി, ഞാൻ എടുത്ത റിസ്കിന് പകരമായി, ഞാനിവിടെ ചിലവഴിക്കുന്ന സമയത്തിന് പകരമായി, ഞാനിവിടെ ചിലവഴിക്കുന്ന ആരോഗ്യത്തിന് പകരമായി. കൂടെ വരണേ നിങ്ങൾ. ഒത്തിരി ഭൗതിക വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിഹരിക്കാനുണ്ട്. വീട്, വസ്തു, തലമുറ, വിവാഹം, വാഹനം, ഉപരിപഠനം, വിദേശയാത്ര, ലോണ്, ജപ്തി, ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഞാൻ പറയാം, നീ വിട്ടിറങ്ങിയ 12 കാളയ്ക്ക് പകരം ഒരു വീട് തന്നാൽ അതിന് പകരമാകത്തില്ല. കൂടെ ഉണ്ടോ നിങ്ങൾ? എല്ലാവരും കണ്ണു തുറന്നേ. നമ്മൾ ഈ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ സാക്ഷിയൊക്കെ പറയുമ്പോൾ പറയത്തില്ലേ, ഞാൻ എൻ്റെ വീടും കുടുംബവും ഒക്കെ വിട്ടിറങ്ങി. ഞാൻ വിട്ടിറങ്ങിയത് ഒരു ഓടിട്ട വീടായിരുന്നു. പക്ഷെ ദൈവം എനിക്ക് ടെറസിട്ട വീട്, വാർത്ത വീട് കർത്താവ് എനിക്ക് തന്നു. കാര്യം നമ്മളതിന് തൃപ്തരായി. കാര്യം ഓടിട്ട വീട്ടിൽ നിന്ന് ഇറങ്ങി എനിക്ക് എന്തോ കിട്ടി? പറഞ്ഞാട്ടെ, വാർത്ത വീട് കിട്ടി. ദൈവമേ, അങ്ങയ്ക്ക് മഹത്വം, അങ്ങയ്ക്ക് സ്തോത്രം, സ്തുതി. ഞാൻ ഇറങ്ങി തിരിച്ചപ്പോ ആൾക്കാർ ചോദിച്ചു, നിന്റെ മോടെ കല്യാണം എങ്ങനെ നടക്കും? ചോദിച്ചോടെ നടുവ് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കർത്താവ് എന്ത് ചെയ്തു? അവർക്കും 2 കുഞ്ഞുങ്ങളായി അവരുടെ കല്യാണവും നടത്തി. നല്ല സാക്ഷ്യവാ, സാക്ഷ്യത്തിന് തെറ്റൊന്നുമില്ല. പക്ഷേ
ഇന്ന് രാത്രിയിൽ ദൈവാത്മ പറയുക, അവൻ കൈമാറ്റം ചെയ്യപ്പെടുന്ന അധികാരത്തിനും അഭിഷേകത്തിനും പകരമായിട്ട് ഇതൊന്നും ആകത്തില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇനി തിരിച്ചൊരു കാര്യം ഞാൻ പറയാം, അവൻ മോനെ 24 കാള വിട്ടവന് ന്യായമായി എത്ര കാള ദൈവം പകരം കൊടുക്കണം? എത്ര കാള കൊടുക്കണം ദൈവം? അല്ലേ? 100 മടങ്ങ് നിന്നെ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കുമെന്ന. നീ എന്തെങ്കിലും വിട്ടെങ്കിൽ എത്ര? 100 മടങ്ങ്. അപ്പൊ 24 കാള വിട്ടവന് 100 മടങ്ങ് അനുഗ്രഹിച്ചാൽ എത്ര കാള കിട്ടണം? ശരിക്കുന്നുണ്ടോ? അവൻ പക്ഷെ ഒരു കാള പോലും അവൻ ഏലിശയ്ക്ക് പകരമായി കൊടുത്തില്ല. അവൻ ചോദിച്ചതുമില്ല. അവൻ ചോദിച്ചത് എന്തെന്ന് ചോദിച്ചാൽ അപ്പൻ കൈകാര്യം ചെയ്ത ആ ദൈവകൃപയുടെ ഒരു കൈമാറ്റം മാത്രം അവൻ ചോദിച്ചേ. ഇന്ന് രാത്രിയിൽ കർത്താവിനോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്ന ഒരു കൂട്ടം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് എഴുന്നേറ്റാൽ ഇതിനകത്ത് അങ്ങനെ ഒരു ഒഴുക്ക് ശക്തമായി നടക്കുമെന്ന്, അങ്ങനെ ഒരു കൈമാറ്റം ശക്തമായി നടക്കുമെന്ന്, ദൈവം നിങ്ങളുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത്ര കനമുള്ളതായിരിക്കുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുമ്പോൾ ഏറ്റെടുക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടോണ്ടാണ് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നത്? നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നത്? ഒരു ശുശ്രൂഷ, ഒരു പുതിയ നന്മ, ഒരു പുതിയ വഴി, ഭവനത്തിന്റെ പണി, എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്? ഇത് രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, എല്ലാ പ്രതീക്ഷയും ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് നീങ്ങട്ടെ. എല്ലാ പ്രതീക്ഷകളും പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് നീങ്ങട്ടെ. എല്ലാ പ്രതീക്ഷകളും ആത്മാവിന്റെ അധികാരത്തിലേക്ക് അവൻ നീങ്ങട്ടെ. അവിടെയാണ് അതിന്റെ നിറവും, അവിടെയാണ് അതിന്റെ പൂർണ്ണതയും വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചാണ്. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ചാണ്. നിനക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് നീ ചോദിക്കണ്ട. എല്ലാവരും ആവശ്യപ്പെടുന്നതല്ല നീ ആവശ്യപ്പെടേണ്ടത്. നീ ചോദിക്കേണ്ടത് ഇന്ന് രാത്രി എന്താണെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്. പലതിലും വിട്ടതിന് പകരമായി, ശുശ്രൂഷിച്ചതിന് പകരമായി, നിയോഗങ്ങൾ ഏറ്റെടുത്തൊരു പോഷനെ പോലെ കൂടെ നടന്നതിന് പകരമായി ഇന്ന് രാത്രിയിൽ നിനക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, എല്ലാത്തിനും പകരമായി എനിക്ക് വേണ്ടിയത് ഒരു അഭിഷേകമാണ്. എല്ലാത്തിനും പകരമായി എനിക്ക് വേണ്ടിയത് ഒരു പ്രത്യേക കൃപാവരമാണ്. എനിക്ക് ഈ ദിവസങ്ങൾ എൻ്റെ മേലത് പകരണം. എൻ്റെ തലമേൽ നീ അത് ഇടണം. എൻ്റെ തലമുറയുടെ മേൽ നീ അത് ഇടണം എന്ന് ഈ രാത്രിയിൽ എത്ര പേര് നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കും? കർത്താവ് ഇതിനകത്തേക്ക് നിങ്ങളോട് ചോദിക്കുകയാണ്. ഒത്തിരി വില കൊടുത്തു വന്നവരാ നിങ്ങൾ. വീടിന്റെ അന്തരീക്ഷം മാറിക്കാണത്തില്ലായിരിക്കാം, സാമ്പത്തിക സ്ഥിതി മാറിക്കാണത്തില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ പകരം വെക്കാൻ മറ്റൊന്നുമില്ലാത്ത ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് വേണ്ടി, ആ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഒരുപാട് പ്രവാചക ശിഷ്യന്മാർ, പ്രവാചകനുണ്ടായിട്ട് അവർക്കൊന്നും കൈമാറാത്ത പുതപ്പ്, അവർക്കൊന്നും കൈമാറാത്ത ശുശ്രൂഷ ഏലിശയുടെ മേൽ കൈമാറിയത് അവന്റെ വിഷൻ കറക്റ്റായിരുന്നു, അവന്റെ ദർശനം കറക്റ്റായിരുന്നു, അവന്റെ ആഗ്രഹം കറക്റ്റായിരുന്നു, അവന്റെ സമർപ്പണം കറക്റ്റായിരുന്നു. ഇന്ന് രാത്രിയിൽ അവൻ ദൈവത്തോട് ഹൃദയം തുറന്ന് ചോദിക്ക്. 21-ാമത്തെ ദിവസമല്ല, 20-ാമത്തെ ദിവസമല്ല, ഇന്ന് രാത്രിയിൽ തന്നെ ആത്മാവ് നമ്മുടെ മേൽ അത് അസാധാരണമായി കൈമാറാൻ വിശ്വസ്തനാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് അവൻ നിങ്ങളുടെ ആഗ്രഹം പോലെ ഇരിക്കും. ആത്മാവ് നിങ്ങളുടെ മേൽ പകരുന്ന പകർച്ച,
നിങ്ങളുടെ ആഗ്രഹം പോലെ ഇരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുന്ന കൈമാറ്റം ഇന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവത്തോട് പറ, കർത്താവേ, അവ പകരമായി പകരമായി പകരമായി, ഞാൻ നിന്നതിന് പകരമായി, ഞാൻ ഓടിയതിന് പകരമായി, ഞാൻ കരഞ്ഞതിന് പകരമായി, ഞാൻ പ്രാർത്ഥിച്ചതിന് പകരമായി, ഞാൻ ഉപവസിച്ചതിന് പകരമായി, ഞാൻ വില കൊടുത്തതിന് പകരമായി, ഞാൻ ദൈവദാസന്മാരെ മാനിച്ചതിന് പകരമായി 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 എനിക്ക് വേണ്ടിയത് അവ ഒരേ ഒരു കാര്യം, ഒന്ന് മാത്രം. രണ്ടാമതൊന്നില്ല, ഒന്ന് മാത്രം. ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുക. അത് കിട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? യോർദാൻ കടക്കുവാൻ കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് ഏലീശയ്ക്ക് സഹായമായത് ഏലിയാവും തൻ്റെ പുതപ്പുമായിരുന്നെങ്കിൽ, തിരിച്ച് ഈ യോർദാൻ കടന്നു വരാൻ കൂടെ നിന്ന് ഏലിയാവ് ഇല്ലാതെ പോയപ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ആ കാര്യം ഹാൻഡിൽ ചെയ്തു. ഇന്നലെ വരെ ആ കാര്യം ഹാൻഡിൽ ചെയ്യാൻ അഭിഷേകമുള്ള ഒരാൾ കൂടെ വേണമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏലീശയ്ക്ക് അഭിഷേകമുള്ള ആരും കൂടെ വേണ്ട, അഭിഷേകം മതി. ഒന്ന് പ്രാർത്ഥിച്ചാടെല്ലാവരും. യേശുവിന്റെ നാമത്തിൽ ജീവനെ കയ്പാക്കി മാറ്റുന്ന ഉടജനം വൈശസ്യരാധിയ പോരാട്ടത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വിടുതൽ പ്രാപിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. സ്വസ്ഥത നശിപ്പിച്ച് അടകം വൈശസ്യ ജീവിതത്തെ വല്ലാത്ത ചില അവസ്ഥകളിലേക്ക് തള്ളിയിടുന്ന ചില മേഖലകളെ ദൈവാത്മാവിന്റെ ഭവനാന്തരീക്ഷത്തിൽ എന്നെ കാണിക്കുകയാണ്. ഉടജന വൈശസ്യാന അസാരകൾ തുറോസിക്കരേതിയാന, ഞെരുക്കുന്ന ചില മിഥ്യാന്റെ പോരുകളും അതിന് ചില ആധിപത്യങ്ങളെയും ദൈവാത്മാവ് കാണിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചാൽ ഒരു അസാധാരണ വിടുതല് നിന്റെ ഭവനത്തിന് മേലെ ഞാൻ അയച്ച് ഞെരുങ്ങുന്ന, സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ ശക്തമായ ചില വിടുതലുകൾ അവൻ തന്ന് ചിലന് മാനസാന്തരം നൽകി, ചിലതിന് മാറ്റം നൽകി ഒരു ദൈവ പ്രവൃത്തിയിലേക്ക് നിന്റെ ഭവനത്തെ നടത്താൻ എനിക്കിന്ന് രാത്രി പദ്ധതിയുണ്ട്. പ്രാർത്ഥിച്ചു. റാഖാബാന ഷാറാബാന റാഖാബാന ലതാരാജന ധാരാബന ധരാബന. യേശുവേ, ഹോളി ജീസസ്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. ഇതുവരെ ചില വിഷയങ്ങൾ നിനക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ, യോർദാനെ കടന്നു പോകണമെങ്കിൽ അഭിഷേകമുള്ള ആരെങ്കിലും നിന്റെ കൂടെ വേണമായിരുന്നു. പക്ഷെ അതെന്നും നടക്കത്തില്ലല്ലോ. ഏലിയാവ് എടുക്കപ്പെട്ടു, തിരികെ നീ മാത്രം ഒറ്റയ്ക്ക്. പാസ്റ്റില്ല, പ്രവാചകനില്ല, രക്തബന്ധമില്ല, ആത്മിക ബന്ധമില്ല, നീ ഒറ്റയ്ക്ക്. ഈ ഒറ്റയ്ക്ക് നീ തിരിച്ചു വരുമ്പോ നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന യോർദാന്റെ ആധിപത്യത്തെ ഇനി നീ ജയിക്കാൻ പോകുന്നത് ഒറ്റയ്ക്ക് 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 ഒറ്റയ്ക്ക്. അങ്ങോട്ട് പോയപ്പോൾ അഭിഷേകമുള്ളവൻ കൂടെ, ഇങ്ങോട്ട് വന്നപ്പോൾ അഭിഷേകം കൂടെ. മനസ്സിലായില്ല? അങ്ങോട്ട് പോയപ്പോൾ അഭിഷേകമുള്ളവൻ കൂടെ, ഇങ്ങോട്ട് വന്നപ്പോൾ അഭിഷേകമുള്ളവൻ കൂടെ ഇല്ല. പക്ഷെ അഭിഷേകം കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിനെ മടക്കി അയക്കാൻ പോകുന്നത് ഒരാളെ കൂടെ വിട്ടിട്ടല്ല, അഭിഷേകത്തെ തന്ന്
രാത്രിയിൽ ഞങ്ങൾ ആ നിയോഗം ഏറ്റെടുക്കുകയാണ്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ മറ്റൊന്നും ഞങ്ങൾ അങ്ങയോട് ചോദിക്കില്ല, മറ്റൊന്നും ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടത്തില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, കർത്താവേ, കൂടെ നിൽക്കുന്നൊരു അഭിഷേകം, ചേർന്ന് നിൽക്കുന്നൊരു അഭിഷേകം എൻ്റെ മേൽ കർത്താവ് കൈമാറണം, എൻ്റെ മേൽ കർത്താവ് കൈമാറണം. ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ മേൽ കർത്താവ് കൈമാറണം. ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുവാൻ കഴിയാത്ത മേഖലകളിൽ ജയിപ്പിക്കുന്ന ദൈവത്തിന്റെ അസാധാരണമായൊരു കൃപ. ഉടജനം വൈഷ സൽഖരാദിയാന ഉടജം ധരാജഘടക സന്തൽ പൗഡവശസിയാന അതേരികചലം ധരേജഘടകസിയാന. പലരും കൂടെ ഉണ്ട് എങ്കിൽ പോലും ചില മേഖലകളിൽ ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ ജീവിതത്തെ മാറ്റുന്ന ചില മേഖലകൾ, ആമേ, നിൽക്കുന്ന സ്ഥലം പോലും ആദൽ നഷ്ടപ്പെട്ടു പോകത്തക്ക രീതിയിൽ, നിൽക്കുന്ന ഇടം പോലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകത്ത രീതിയിൽ കർത്താവിനോട് പറയുന്നു, ആമേ, ചില നഷ്ടങ്ങളിലൂടെ കയ്യിൽ നിന്ന് ചിലത് നഷ്ടപ്പെട്ടവനെ പോലെ ജീവിതത്തെ മാറ്റുന്ന ചില മേഖലകളുടെ നടുവിൽ ഇന്ന് രാത്രിയിൽ ദൈവം നിന്നോട് ദൂത് പറയുകയാണ്. അടകജന വൈഷസിയാന അതരെ റാഖസിയാന, ഉള്ളത് ചിലത് കൊണ്ടുപോയി, ഇനി നിന്നെ കൂടെ കൊണ്ടുപോകാൻ, ഇനി നിന്നെ കൂടെ കൊണ്ടുപോകാൻ ആധിപത്യം ഉയർന്നു നിൽക്കുമ്പോൾ ദൈവാത്മാവനോട് പറയുന്നു, ഇല്ല, നിന്നെ കൊണ്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് രാത്രിയിൽ നിന്റെ മേൽ ഒരു പ്രത്യേക ദൈവകൃപ. തൊടുന്ന കർത്താവ് അങ്ങനെ നിന്നെ സ്പർശിക്കുന്നു. ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അതരഘടക സന്തൽ പൗഡവശസിയാന. നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി പ്രാപിച്ചെടുക്കത്തക്ക രീതിയിൽ ഈ ദിവസങ്ങളിൽ ഒരാഴമേറിയ ദൈവകൃപ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അഭിഷേകമുള്ള ഒരാൾ എന്റെ കൂടെ വന്നാ പോരാ, അഭിഷേകം എന്റെ കൂടെ വരണം.